അവന്റെ അതിപരിശുദ്ധമായി നാം വാഴും. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായി ഇന്ന് ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവദിന ചിന്തയ്ക്കായി ഒരു ദൈവദിന ഭാഗം വായിക്കുന്നു. ലേവ്യ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലേവ്യ നാം ഈ ലേവ്യ പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ കാണുന്നത്, പ്രാരംഭത്തിൽ നമ്മൾ വായിച്ച മനസ്സിലാക്കുന്നത് വഞ്ചിച്ചെടുത്തതിനുള്ള അകൃത്യയാഗം, തുടർന്ന് താഴോട്ട് വരുമ്പം ഹോമയാഗത്തിന്റെ പ്രമാണം, പിന്നെ ഭോജനയാഗത്തിന്റെ പ്രമാണം, അങ്ങനെ വിവിധ നിലകളിൽ ഈ പുസ്തകത്തെ വേർതിരിച്ച് കാണുവാൻ കഴിയും. ലേവ്യ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. പ്രൈസലോ. അപ്പൊ യാഗങ്ങളും പ്രമാണങ്ങളെ കുറിച്ചുള്ള ഒരു നല്ല വിശദീകരണമാണ് ദൈവാത്മാവ് നമുക്ക് ഈ ഭാഗത്ത് രേഖപ്പെടുത്തി തരുന്നത്. അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ നാം നോക്കിപ്പോയാൽ ലേവ്യ ഹോമയാഗത്തിന്റെ പ്രമാണം ആണ് ലേവ്യ പുസ്തകം 6-ാം അധ്യായം തൊട്ട് തുടങ്ങി അതിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ 13 വരെ വായിക്കുമ്പോൾ കാണുന്നത്. അപ്പൊ ഹോമയാഗം രാത്രി മുഴുവനും യാഗപീഠത്തിന്മേൽ കത്തിക്കൊണ്ടിരിക്കണമെന്നും യാഗപീഠത്തിലെ തീ കെട്ടുപോകാതെ നിരന്തരം കത്തിക്കൊണ്ടിരിക്കണമെന്നും പ്രത്യേകമായി നിഷ്കർഷിച്ചിരിക്കുന്നു. അവിടെ ഭാഗത്ത് കാണാൻ കഴിയും. അല്ലേ? അപ്പൊ രാത്രി മുഴുവൻ യാഗപീഠത്തിൽ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണം. പ്രൈസലോ. അപ്പൊ യാഗപീഠത്തിലെ തീ സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ അഗ്നി ആയതിനാല് അല്ലേലൂയ അത് കെട്ടുപോയാൽ പിന്നെ വേറെ തീ അഥവാ അന്യാഗ്നി ഉപയോഗിച്ചിട്ട് വേണം യാഗം അർപ്പിക്കുവാൻ. അപ്പോൾ രാത്രിയിൽ മുഴുവൻ കത്തിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞതിന്റെ പ്രമാണം ആ തീ യാദൃശ്യ കെട്ടുപോയെങ്കിൽ പിന്നെ വേറെ അന്യാഗ്നി ഉപയോഗിക്കണം. ഇവിടെ നിലവിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയെ സ്വർഗത്തിൽ നിന്നിറങ്ങിയ തീയാണ്. അപ്പൊ അന്യാഗ്നി അവിടെ ഉപയോഗിക്കേണ്ടി വന്നാൽ അത് ദൈവത്തിന് പ്രസാദമല്ല. അല്ലേ? അക്കാര്യം ദൈവം ഇഷ്ടപ്പെടുന്നില്ല. അന്യാഗ്നി കത്തിക്കുന്നത് ദൈവം ഇഷ്ടപ്പെടുന്നുമില്ല. അതുകൊണ്ടാണ് യാഗപീഠത്തെ തീ കെട്ടുപോകാതെ നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം എന്ന് നിർദ്ദേശിച്ചത്. അല്ലേ? അപ്പൊ യാഗപീഠത്തിലെ തീ കെട്ടുപോകാതെ നിരന്തരം കത്തിക്കൊണ്ടിരിക്കുക. പ്രൈസലോ. ആ തീ കെട്ടുപോയാൽ നമ്മൾ അന്യാഗ്നി ഉപയോഗിക്കേണ്ടി വരും. അത് ദൈവം വെറുക്കുന്നു. ദൈവത്തിന് ഇഷ്ടവുമല്ല, പ്രസാദവുമല്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ലേവ്യ നമ്മളെ ഭാഗത്തേക്ക് വരുമെങ്കിലും ഞാൻ ഉറപ്പിച്ചിട്ട് ഒന്ന് സൂചിപ്പിച്ച് പറയാം. ഈ യാഗപീഠം ഓരോ വിശ്വാസികളും, ഈ യാഗപീഠം ഓരോ വിശ്വാസികളുമായിരിക്കുമ്പോൾ യാഗപീഠത്തെ തീ കെട്ടുപോകാതെ രാത്രി മുഴുവൻ കത്തിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നി കെട്ടുപോകരുത്. കെട്ടുപോയിട്ട് പിന്നെ നമ്മൾ അന്യാഗ്നി നമ്മുടെ ഉള്ളിൽ തെളിയിക്കാൻ പാടില്ല എന്നുമാണ് ഈ ദൈവത്തെ നമ്മൾ പഠിക്കുന്നത്. ലേവ്യ സ്തോത്രം. അപ്പൊ ഇവിടുന്ന് നാം വീണ്ടും ഈ ഹോമയാഗം രാത്രി മുഴുവൻ യാഗപീഠത്തിന്മേൽ ദഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യേശുക്രിസ്തു യേശുക്രിസ്തുവിലൂടെ നിവൃത്തിയാകുവാൻ വന്ന വേല പരിപൂർണമായി നിവർത്തിക്കുകയും അവൻ സ്വർഗാരോഹണം ചെയ്ത് വീണ്ടും പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്ത സമയം വരെ ആ ദിവ്യാഗ്നി കത്തിക്കൊണ്ടിരുന്ന എന്ന സത്യമാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ സകല ജനത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ വേണ്ടി യേശുക്രിസ്തു സ്വർഗമഹിമകളെ വെടിഞ്ഞ് താണഭൂമിയിൽ വന്ന ഹല്ലേലൂയ മനുഷ്യകുലത്തിന്റെ മുഴുവൻ പാപങ്ങളെ ഏറ്റെടുത്ത് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നിടം വരെ നമ്മൾ വായിച്ച യാഗപീഠ തീ കെട്ടുപോകാതെ സൂക്ഷിക്കണം പറഞ്ഞ ആ തീ അന്ന് വരെ ഹല്ലേലൂയ നിലനിന്നിരുന്നു, കത്തിക്കൊണ്ടിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം. ഇപ്പൊ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതിന് ശേഷമായി പുതിയ നിയമസഭയ്ക്ക് ദൈവം പരിശുദ്ധാത്മാവിന്റെ അഗ്നി തന്നു. ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മുടെ യാഗപീഠമാകുന്ന ഈ നമ്മുടെ ഹൃദയത്തിലാണ്, നമ്മളിലാണ് പകർന്നിരിക്കുന്നത്.
അപ്പൊ അത് കെട്ടുപോകരുത് ഞാൻ സൂചിപ്പിച്ചു. ഹല്ലേലൂയ. അപ്പം പഴയ നിയമത്തിൽ ഭക്തന്മാർ ദൈവത്തെ സന്ദർശിക്കുന്ന സ്ഥലം ഈ യാഗപീഠമായിരുന്നു. പ്രൈസ് ദി. യാഗപീഠത്തിലെ യാഗങ്ങളെ ഹോമയാഗമായി കർത്താവിനെ അർപ്പിക്കുമ്പോൾ ദൈവം ആ സൗരഭ്യത്തെ മണക്കും, രക്തം ചെയ്യും. അപ്പോൾ സന്തോഷത്തോടെ ആ യാഗപീഠത്തിന്റെ തീജ്വാലിലേക്ക് ഹോമയായി ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന് തന്റെ മക്കളോട് സംസാരിക്കുന്നു എന്ന് വേദപുസ്തകത്തിലെ പല ഭാഗങ്ങളിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ യാഗപീഠത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിക്ക് അത്ര വലിയ ശ്രേഷ്ഠതയുണ്ടായിരുന്നു. ആ സ്വർഗത്തിൽ നയിച്ച അഗ്നി ആയതുകൊണ്ട് യാഗപീഠത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയെ അതിൽ വെച്ചിട്ട് ഹോമയാഗം ദഹിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നും ഉയരുന്ന വാസന, മണം അത് സ്വർഗത്തിലെത്തുന്നു. അപ്പം അഗ്നിയിലേക്ക് നമ്മുടെ കർത്താവ് ഇറങ്ങി വന്ന് അന്നത്തെ ഭക്തന്മാരോട് സംസാരിക്കുന്നു, രക്തം ചെയ്യും. നമ്മൾ ചിന്തിക്കും വളരെ അതിശയമായിട്ടൊക്കെ തോന്നുന്നു, അല്ലേ? ഹല്ലേലൂയ. അതിശയമല്ല പ്രിയരേ, വേദപുസ്തകം സത്യം തന്നെയാണ്. അത് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് ആ മഹത്വം വെളിപ്പെടുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രാർത്ഥനയോടെ ഈ ദൈവദിനത്തെ കുറിച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഈ അഗ്നി കത്താൻ തുടങ്ങുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യാഗപീഠത്തിലെത്തി കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരുന്നത് പോലെ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ഹൃദയത്തിൽ ദൈവം പകർന്നിരിക്കുന്ന ആത്മശക്തി, പരിശുദ്ധാത്മാവാകുന്ന തീ, അഭിഷേകത്തിന്റെ അഗ്നി കെട്ടുപോകാതെ നീ സൂക്ഷിക്കണം. ഒരിക്കൽ നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെ ദൈവം അയച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്റെ ജീവിതത്തിൽ പാപം പ്രവേശിച്ച് ഈ ലോകത്തിന്റെ മോഹങ്ങളും പ്രലോഭനങ്ങളും ഇച്ഛകളും ആശകളും ഒക്കെ നിന്റെ ഉള്ളിൽ കടന്നു വന്നിട്ട് ആഗ്രഹങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും നീ വിധേയപ്പെട്ടിട്ട് ഫ്രൈസറോ മറ്റുള്ളവരുടെ പ്രലോഭനങ്ങൾ വശീകരണത്തിനകത്ത് അകപ്പെട്ട് നീ തകർന്നു പോകരുത്. ഫ്രൈസറോ. ഞാനിത് പറയുമ്പോൾ ഒരിക്കൽ ഒരു ദൈവദാസന്റെ സഹോദരി അല്ലേ വളരെ വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി നിന്ന് ആത്മാവിൽ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലേ മറ്റൊരു ദൈവദാസൻ ഇടപെട്ട് ആ സഹോദരിയുടെ ഭർത്താവ് ദൈവദാസനാണ്. ആ സഹോദരൻ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ പറഞ്ഞ് പ്രലോഭനം കൊടുത്ത് പ്രലോഭിപ്പിച്ച് ആ മറ്റേ ദൈവദാസൻ അദ്ദേഹത്തിന്റെ പ്രലോഭനത്തിൽ വീഴ്ത്തി. എന്നിട്ട് ഈ സഹോദരി ഉള്ളിൽ അജ്ഞാതി കത്തിച്ചു. അല്ലേലൂയ. അത് വലിയ കൊടും പാപമായി മാറി. ദൈവശിക്ഷ ഏറ്റെടുക്കേണ്ടി വന്നു. ഞാനിത് പറയാൻ കാരണം നിങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കത് പേരെടുത്ത് പറയാൻ പറ്റും, പക്ഷെ നമുക്കത് പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. നിങ്ങൾ എന്നോട് വിളിച്ചു ചോദിച്ചാൽ ഞാൻ പറയാം ഇതിന്റെയൊക്കെ സംഭവങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാരണം നമ്മുടെ ഉള്ളിൽ ഒരു ദൈവം പരിശുദ്ധാത്മാവിന്റെ അഗ്നി അയച്ചു കഴിഞ്ഞാൽ മറ്റാരുടെയും പ്രലോഭനത്തിൽ നിന്നും വീണ് അവിശ്വസ്തത വന്ന് നമ്മുടെ ഉള്ളിൽ അജ്ഞാതി കത്തിക്കരുത്. ഈ അജ്ഞാതി കത്തിക്കാൻ ദൈവസഭയ്ക്കകത്ത് തന്നെ നിൽക്കുന്ന പ്രമാണികളുണ്ട്, ബിരുദന്മാരുണ്ട്. വളരെ സൂക്ഷിക്കണം ആത്മജീവിതം, രക്തം ചെയ്യൽ. അപ്പൊ നമ്മുടെ കർത്താവ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ കത്തിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നിറയപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ നാം നിറഞ്ഞ് ആരാധിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ കർത്താവ് സ്വർഗമഹിമകളെ വെടിഞ്ഞ് താണഭൂമിയിലേക്ക് വന്നു പറഞ്ഞ പോലെ നമ്മുടെ കർത്താവ് നമ്മളിലേക്ക് ഇറങ്ങി വരും. നമ്മളിലേക്ക് ഇറങ്ങി വന്ന് നമ്മോട് സംസാരിക്കാൻ തുടങ്ങും. ദൈവശബ്ദം കേൾക്കുവാൻ കഴിയണം, രക്തം ചെയ്യണം. അപ്പൊ യാഗപീഠത്തിലെ തീ കെട്ടുപോകരുത്. അപ്പം പുതിയ നിയമത്തിൽ നിങ്ങൾ തന്നെയാണ് യാഗപീഠം. പുതിയ നിയമത്തിൽ നിങ്ങൾ തന്നെയാണ് യാഗപീഠം. യാഗപീഠങ്ങളായി നിങ്ങളെ ദൈവം വേർതിരിച്ചിരിക്കുക. അല്ലേലൂയ. അപ്പം നിങ്ങളുടെ ആത്മാവ്, പ്രാണൻ, ശരീരം എന്നിവയെ ദൈവത്തിന്റെ യാഗപീഠമായിട്ട് നിങ്ങൾ സമർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധയോടെ വചനം കേൾക്കുക. നിങ്ങളെ ദൈവം യാഗപീഠമായി തെരഞ്ഞെടുത്തു. യാഗപീഠമായി നിങ്ങളെ കർത്താവ് കാണുന്നു. അപ്പം നിങ്ങളുടെ ഉള്ളിൽ പകർന്ന ആത്മാവും പ്രാണനും ശരീരവും ഹല്ലേലൂയ ദൈവത്തിന്റെ യാഗപീഠമായി നിങ്ങളെ പരിപൂർണമായി സമർപ്പിക്കണം. അപ്പൊ നമുക്ക് ലോകത്തോട് ബന്ധമുണ്ടാകത്തില്ല. നാം ലോകത്തിൽ ജീവിച്ചാലും ലോകക്കാരുമായി നാം ഇടപഴകി ജീവിച്ചാലും സംസർഗങ്ങളും സമ്പർക്കങ്ങളും ഒക്കെ അവരുമായിട്ടായിരുന്നാലും നാം യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ യാഗപീഠമാണെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മളിൽ പ്രവേശിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കണം. അപ്പോൾ നിങ്ങളുടെ ഹൃദയമാകുന്ന യാഗപീഠത്തിലേക്ക്
പരിശുദ്ധാത്മാവാകുന്ന അഗ്നി ഇറങ്ങി വരും, രക്തം ചെയ്യും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രീസിലേക്ക് താ. ഇന്ന് വരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ, അഭിഷേക അഗ്നിയാൽ നീ നിറയപ്പെട്ടിട്ടില്ലെങ്കിൽ, ഇന്ന് പകൽ നിന്റെ ശരീരവും അല്ലെങ്കിൽ നിന്റെ പ്രാണനും നിന്റെ ആത്മാവിനെയും നീ ദൈവസനിൽ പരിപൂർണമായി യാഗപീഠമായി സമർപ്പിച്ചു കൊടുത്ത് ദൈവസനിൽ വിശുദ്ധിയോടുകൂടി നിൽക്കുന്നെങ്കിൽ, നീ ദൈവത്തെ മഹത്വപ്പെടുന്നെങ്കിൽ, ദൈവ സാന്നിധ്യം നിന്റെ മേൽ ഇറങ്ങി വരും. ദൈവ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെ നിങ്ങളെ നിറയ്ക്കും, രക്തം ചെയ്യും. അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നാം നിറയപ്പെട്ട് നാം ദൈവത്തിന്റെ യാഗപീഠമായി നിരന്തരം കത്താൻ വേണ്ടി ആത്മാവിൽ കത്തിക്കൊണ്ടിരിക്കണം, രക്തം ചെയ്യും. ആത്മാവിൽ ആരാധിച്ച്, ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ച്, ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, ജീവിതത്തിന്റെ കഷ്ടങ്ങൾ, വേദനകൾ, നോമ്പരങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങളെ നിനക്ക് അതിജീവിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. നാം ദൈവത്തിന് വേണ്ടി യാഗപീഠമായി മാറി നമ്മൾ ആത്മാവിന്റെ അഗ്നി കത്തിക്കൊണ്ടിരുന്നാൽ ഈ ലോകത്തെ നമുക്ക് ജയിക്കാം. നിങ്ങൾ കടന്നു പോകുന്ന സകല പരാജയത്തെ നിനക്ക് ജയിക്കാൻ കഴിയും. ഹല്ലേലൂയ. ദൈവം നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. ഇവിടെ പഴയ നിയമത്തിൽ 3 തരത്തിലുള്ള യാഗപീഠങ്ങൾ പണിതു എന്ന് വേദപുസ്തകം വായിക്കുന്നു. പഴയ നിയമത്തിൽ 3 വിധ യാഗപീഠങ്ങൾ പണിതു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് മണ്ണുകൊണ്ടുള്ള പണിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തേത് ഉളികൊണ്ട് ചെത്തി മിനുസപ്പെടുത്താത്ത വലിയ കല്ലുകളാൽ പണിതവയാകുന്നു. മൂന്നാമത്തേത് ഖദിരമരം കൊണ്ട് നിർമ്മിച്ച താമ്രം കൊണ്ട് പൊതിഞ്ഞ യാഗപീഠമായിരുന്നു. അങ്ങനെ 3 വിധത്തിലുള്ള യാഗപീഠമായിരുന്നു പഴയ നിയമത്തിൽ പണിതിരുന്നത്. ഹല്ലേലൂയ. ഈ 3 വിധ യാഗപീഠവുമായിട്ട് നമുക്ക് വളരെ ബന്ധമുണ്ട്. നമ്മളെ വളരെ ചേർത്താണ് അതിനകത്ത് നിർത്തുന്നത്. ആ 3 വിധ യാഗപീഠമായിട്ട് അതിന്റെ പണികളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു പോകാൻ നമുക്ക് സമയം കിട്ടുന്നില്ലാത്തതുകൊണ്ട്, ഹല്ലേലൂയ, നമുക്ക് ആദ്യത്തെ നാം ചിന്തിച്ച ആ യാഗപീഠത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാം. അല്ലേ? എന്താണ് ആദ്യം നമ്മൾ പറഞ്ഞത്? ആദ്യത്തേതെന്ന് പറയാൻ മണ്ണുകൊണ്ട് പണിത യാഗപീഠം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾ ഓരോരുത്തരും മണ്ണുകൊണ്ട് പണിതെടുത്ത യാഗപീഠമാണ്. അങ്ങനെ സംഭവിക്കും നിങ്ങൾ ചിന്തിക്കും. അങ്ങനെ തന്നെയാണത്. കാരണം നമ്മുടെ യഹോവയായ ദൈവം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച് രാവും പകലും വേർതിരിച്ച്, കരയും കടലും വേർതിരിച്ച് എല്ലാം വ്യത്യസ്തമാക്കി കഴിഞ്ഞ് ഭൂമിക്ക് വേണ്ടുന്നതെല്ലാം നിർമ്മിച്ചിട്ട് ശേഷം നിലത്തെ പൊടി കൊണ്ട് ആദമിനെ സൃഷ്ടിച്ചു. അപ്പൊ മണ്ണുകൊണ്ട് നിർമ്മിച്ചെടുത്ത ആദ്യത്തെ യാഗപീഠം ആദമാണ്. അപ്പൊ ആദാമിന്റെ ഉള്ളിൽ ദൈവം പകർന്നിരിക്കുന്ന ജീവശ്വാസം കെട്ടുപോകാതെ അത് കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആദമിനായിരുന്നു. കാരണം ആദം ഒരു യാഗപീഠമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് മണ്ണുകൊണ്ടുള്ള യാഗപീഠം എന്ന് പറഞ്ഞത്. മണ്ണുകൊണ്ട് പണിത്, ആദമിനെ മണ്ണുകൊണ്ട് പണിതുപോലെ തന്നെ നമ്മയും അതുപോലെ ദൈവം പണിതെടുത്തതാണ്. ഹല്ലേലൂയ. അപ്പൊ മണ്ണുകൊണ്ടുണ്ടാക്കിയ യാഗപീഠം നമ്മുടെ ശരീരത്തിന്റെ അടയാളമാണ്. മണ്ണുകൊണ്ടുണ്ടാക്കിയ യാഗപീഠം നമ്മുടെ ശരീരത്തിന്റെ അടയാളമാണെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നത്, ഹല്ലേലൂയ, 103 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 14 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. അതെ, നമ്മുടെ പ്രകൃതി അറിയുന്ന ദൈവം, നാം പൊടിയെന്ന് ഓർക്കുന്ന ദൈവം. നമ്മളാരാണ്? മണ്ണുകൊണ്ടുണ്ടാക്കിയ യാഗപീഠമാണ്. നമ്മുടെ പ്രകൃതി ദൈവം അറിയുന്നു, നാം പൊടിയാണെന്ന് അവൻ ഓർക്കുന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയരെ എന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഹല്ലേലൂയ. അവിടെ നാം ദൈവവചനം വായിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരേ ഭാഗം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു. മനുഷ്യന്റെ പ്രകൃതി അവനേക്കാൾ നന്നായി അറിയുന്നത് ദൈവമാണ്. നമ്മുടെ പ്രകൃതി നമ്മളെക്കാൾ നന്നായിട്ട് അറിയുന്ന ആരാണ്? നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് അറിയുന്നത്. ഹല്ലേലൂയ. ആ വചനം നമ്മൾ വീണ്ടും പറയുന്നത്, പൊടിയിൽ നിന്നും നമ്മെ സൃഷ്ടിച്ച ദൈവം നമ്മുടെ ശരീരഘടന വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. നിലത്തെ പൊടിയിൽ നമ്മെ സൃഷ്ടിച്ച ദൈവം നമ്മുടെ ശരീരഘടന മുഴുവൻ നന്നായിട്ട് അറിയുന്നു. ശിരസ്സു തൊട്ടുള്ള കാല് വരെ.
അല്ലേലിയ. ശിരസ് നിർമ്മിച്ച് ശിരസിലെ തലമുടി തൊട്ട് കാലിന്റെ പെരുവിരലിൽ വരെയുള്ള ഉള്ളംകാൽ വരെയുള്ള ഭാഗങ്ങളും ശരീരത്തിന്റെ എല്ലാ ഘടനകളും നാട്ടി നരമ്പുകളും ജോയിന്റുകളും പേശികളും എല്ലാ രക്തധമനികളും മാംസപേശികളും എല്ലാം ദൈവം അറിയുന്നു. ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ശരീരത്തിലില്ല. അതുകൊണ്ടാണ് നമ്മൾ യേശുക്രിസ്തുവിനെ പറയുന്നത്, നിങ്ങളുടെ തലയിലെ മുടി പോലും പൊഴിയുന്നത് യേശു അറിയുന്നു പറഞ്ഞു. അതേ സ്നേഹിത, നമ്മുടെ ശരീരത്തിന്റെ ഘടന മുഴുവൻ അറിയുന്നവൻ നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം മനുഷ്യന് എത്ര ഹല്ലേലൂയ പ്രതാപവതനായി ജീവിച്ചാലും അവൻ ക്ഷണഭംഗുരനാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. മനുഷ്യൻ എത്ര പ്രതാപത്തിൽ ജീവിച്ചാലും അവൻ ക്ഷണഭംഗുരനാണെന്ന് ആമേൻ സംഗീത പുസ്തകം 15-16 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. 103-15-16 അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വലിയ പൂ പോലെ അവൻ പൂക്കുന്നു, കാറ്റതിമേൽ അടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം പിന്നെ അറിയുകയുമില്ല. അപ്പൊ മണ്ണുകൊണ്ട് നിർമ്മിച്ചെടുത്ത നാം പൊടിയാണ്. നമ്മുടെ പ്രകൃതി മുഴുവൻ അറിയുന്ന ദൈവം, നമ്മുടെ ശരീരഘടന മുഴുവൻ അറിയുന്ന ദൈവം. ഹല്ലേലൂയ. നിങ്ങൾ എത്ര ഉയരത്തിൽ ഉയർന്നാൽ, എത്ര ഉന്നതനായിരുന്നാലും, എത്ര കോടികളുടെ അധിപനായി ജീവിച്ചാലും നിങ്ങൾ വെറും പൊടിയാ. നിങ്ങളുടെ പ്രകൃതി ദൈവം അറിയുന്നു. നിങ്ങളുടെ ശരീരഘടന മുഴുവൻ അറിയുന്നവൻ ദൈവമാണ്. മണ്ണുകൊണ്ട് നിർമ്മിച്ച് എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ നിഗളിച്ചു പോകരുത്, നീ അഹങ്കരിച്ചു പോകരുത്. നിന്റെ പ്രകൃതി അറിയുന്നവൻ ദൈവമാണ്. പണത്തിന്റെ പേര് പറഞ്ഞ്, പ്രതാപത്തിന്റെ പേര് പറഞ്ഞ്, ഉദ്യോഗത്തിന്റെ പേര് പറഞ്ഞ്, വിദ്യാഭ്യാസത്തിന്റെ പേര് പറഞ്ഞ്, പാരമ്പര്യത്തിന്റെ പേര് പറഞ്ഞ്, നിന്റെ സ്ഥാനമാനങ്ങളുടെ പേര് പറഞ്ഞ് നീ അഹങ്കരിച്ചു പോകരുത്. അല്ലേലിയ, നീ വെറും പൊടിയാണ്. അവസാനം നീ പൊടിയിലേക്ക് ചെന്ന് ചേരും. അല്ലേലിയ. അതിന് വേദവസം പറഞ്ഞെന്താണ്? മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാണെന്ന്, വയലിലെ പൂ പോലെ അത് പൂക്കുന്നു. ഉഷ്ണമടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അതില്ലാതെ പോകുന്നതിന്റെ സ്ഥലം പോലും അതെന്തി അഹങ്കരിക്കരുത്. മണ്ണുകൊണ്ട് നിർമ്മിച്ച ആദമിന്റെ ഉള്ളിലേക്ക് പാപം പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ആദമിനും ഔവ്വയ്ക്കും നഷ്ടപ്പെട്ടു പോയത് ഏദൻ പർദീസയാണ്. അവരെ ഏദൻ പർദീസിൽ ദൈവം പുറത്താക്കി. ലേലിയ. അതെ, ദൈവം നിന്നെ ഒരു യാഗപീഠമായി നിർമ്മിച്ച് ഈ ഭൂമിയിലാക്കി വെച്ചിട്ട് ദൈവം പറയാണ്, ഞാൻ നിന്റെ ഉള്ളിൽ കത്തിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നി കെട്ടുപോകാതെ നീ അതിനെ കാത്തു സൂക്ഷിക്കണം. ഈ ലോകത്തിന്റെ പണത്തിന് വേണ്ടി, പ്രതാപത്തിന് വേണ്ടി, ഇച്ഛയ്ക്ക് വേണ്ടി, മണ്ണിന് വേണ്ടി, പൊന്നിന് വേണ്ടി, പെണ്ണിന് വേണ്ടി നിന്റെ ശരീരമാകുന്ന യാഗപീഠത്തെ നീ നശിപ്പിച്ചു കളയരുത്. നിന്റെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നി നീ കെടുത്തിക്കളഞ്ഞിട്ട് അജ്ഞാഗ്നി നിന്റെ ഉള്ളിലേക്ക് നീ കൊണ്ടുവരരുത്. ഹല്ലേലൂയ. വളരെ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മുടെ പ്രകൃതി അറിയുന്നു. അപ്പൊ മനുഷ്യൻ എത്ര പ്രതാപതനായി ജീവിച്ചാലും അവൻ ക്ഷണഭംഗുരനാണെന്ന് 15-16 വാക്യങ്ങൾ വായിച്ചു. മനുഷ്യന്റെ ലോക ജീവിതത്തെ കുറിച്ച് ഉള്ള ഒരു ലഘു വിവരണമായി ഇവിടെ കൊടുത്തിരിക്കുന്നത് അവന്റെ ഉയർച്ച, അവന്റെ വളർച്ച, അവന്റെ മഹത്വം, വീഴ്ച എന്നിവയെല്ലാം ദൈവം അറിയുന്നു. അപ്പൊ മനുഷ്യന്റെ ഉയർച്ചയും വളർച്ചയും മഹത്വം വീഴ്ച അറിയുന്നവൻ ദൈവം. ഹല്ലേലൂയ. അപ്പൊ അവനെ എല്ലാവരും മറക്കുന്ന കാര്യവും ഇവിടെ സൂചിപ്പിക്കുകയാണ്. നിങ്ങളെ സകലവും അറിയുന്നവൻ എന്റെ യേശുവാ. ഹല്ലേലൂയ. ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ കുടിൽ തൊട്ട് കൊട്ടാരത്തെ വരെ പാർക്കുന്ന വലിയവരും ചെറിയരുമായിരിക്കുന്ന എന്നെ കേൾക്കുന്ന ശ്രോതാവി, നീ എത്ര ഉയർന്നാലും വളർന്നാലും, നിനക്ക് എത്രമാത്രം മഹത്വമേറിയാലും, ആമേൻ, നീ ദൈവത്തിന്റെ യാഗപീഠമായി നീ ദൈവസന്നിധിനെ സമർപ്പിച്ച് ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നീ കത്തിക്കൊണ്ടിരിക്കുന്നില്ലെങ്കിൽ, നിറഞ്ഞു നിൽക്കുന്നില്ലെങ്കിൽ നിന്റെ വീഴ്ച അതിഭയങ്കരമായിരിക്കും. അങ്ങനെ വീണുപോയ ഒരുപാട് മഹാന്മാരുണ്ട്. ചിലർക്ക് പണം, സമ്പത്ത് കിട്ടിക്കഴിഞ്ഞ്, സ്ഥാനമാനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ദൈവത്തെ വേണ്ട. ഹല്ലേലൂയ. ജീവിതത്തിൽ ഒന്നുമില്ലാത്ത അനുഭവത്തിൽ, ജീവിതത്തിൽ ഒന്നുമില്ലാതെ കടന്നു പോകുന്ന സമയങ്ങളിൽ അവർക്ക് നന്മയ്ക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി, മഹത്വത്തിന് വേണ്ടി അവർ വളരെ ദൈവത്തിൽ കാത്തിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അവർ മുഴകാന്മേൽ നിൽക്കുമായിരുന്നു. സഭയുടെ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാലുക്കളായിരുന്നു. സഭയോട് ചേർന്ന് എല്ലാ സുവിശേഷ പങ്കാളികളാകുമായിരുന്നു. എന്നാൽ അവർക്ക് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, അവർക്ക് നന്മ കിട്ടിക്കഴിഞ്ഞപ്പോൾ, അവർക്ക് അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അവർ ദൈവത്തെ മറന്നുപോയി. അവരുടെ വീഴ്ച ഭയങ്കരമാണ്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് ഒരു ഉദാഹരണം നമുക്കറിയാമല്ലോ. ചിലർ ജോലിയൊക്കെ ഇല്ലാതെ ഭാരപ്പെട്ട് നമ്മൾ പറയും, പാസ്റ്റർ പ്രാർത്ഥിക്കണം,
അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കും, വളരെ നമ്മൾ ശക്തമായിട്ട് നല്ല ജോലി കിട്ടും, നമുക്കും ആഗ്രഹമാണത്. അങ്ങനെ ജോലിയില്ലാതെ ഇരുന്ന സമയങ്ങളിൽ അവർ പല ഓഫീസുകളും കയറി ഇറങ്ങി പല ഇന്റർവ്യൂവിലും പങ്കെടുത്ത് കാലങ്ങൾ നോക്കിയിരുന്ന അവർക്കൊരു ജോലി കിട്ടും, നിയമനമാകും അവർക്ക്. സർക്കാർ ഓഫീസുകളിലോ ഒക്കെ ഒരു നിയമനമായി കഴിഞ്ഞാൽ അവരാ പൊസിഷൻ സീറ്റിലേക്ക് ചെന്നിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവരുടെ സ്വഭാവം മാറി. പിന്നെ പണ്ട് നമ്മുടേക്ക് വന്ന് പ്രാർത്ഥിച്ചവരല്ല. പണ്ട് ഒരു ജോലി കിട്ടാൻ വേണ്ടി വളരെ സഹിഷ്ണുതയോടും ക്ഷമയോടും സഹനത്തോടും ഒക്കെ വന്ന് താഴ്ന്നിരുന്ന് ദൈവത്തിന് പ്രാർത്ഥിച്ചു. പക്ഷെ ജോലി കിട്ടി, ഉയർച്ച, വളർച്ച, മഹത്വം ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തെ മറന്നുപോയി. അല്ലേ? അങ്ങനെയുള്ള വീഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. നീ വീണ് പോകാതെ സൂക്ഷിച്ചോണം കേട്ടോ. എന്നെ കേൾക്കുന്ന ശ്രോതാവി, നിനക്കൊരു ജോലിയുണ്ട്, ഉയർച്ചയുണ്ട്, വളർച്ചയുണ്ട്, മഹത്വം ഉണ്ടെന്ന് പറഞ്ഞ് നീ അഹങ്കരിച്ചാൽ നീ അറിയാതെ നിന്റെ വീഴ്ച സംഭവിക്കും. പ്രൈസലോ. അപ്പൊ ഞാൻ പറഞ്ഞ് നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്കറിയാം, മണ്ണുകൊണ്ട് പണിതെടുത്ത അല്ലെങ്കിൽ ഒരു യാഗപീഠം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നാം വേദപുസ്തകമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോഴും അതിനെക്കുറിച്ച് കാണുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64 അധ്യായം 8 വാക്യം വായിക്കും. ഇങ്ങനെ എഴുതിക്കുന്നു: എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മെനയുന്നവനുമാകുന്നു, ഞങ്ങളെല്ലാവരും നിന്റെ കൈപ്പണി അത്രേ. പ്രവാചകന്റെ ഒരു പ്രാർത്ഥനയാ കേട്ടോ. അല്ലേ? യഹോവയുടെ ശക്തി കാണുവാനുള്ള ഒരു പ്രാർത്ഥനയാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64 അധ്യായം 1 തൊട്ട് 12 വരെ വാക്യങ്ങൾ. ഇവിടെയും പറയുന്നത് എന്താണ്? ഞങ്ങൾ കളിമണ്ണാണ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മെനയുന്നവനുമാകുന്നു, ഞങ്ങളെല്ലാം നിന്റെ കൈപ്പണിയാണ്. അത് എന്നെ കേൾക്കുന്ന മാതാവ്, ഈ ഒരു സുബോധത്തിന്റെ ആത്മാവിനെയാണ് നിനക്ക് വേണ്ടത്. നമ്മൾ ആദ്യം പറഞ്ഞു, മണ്ണുകൊണ്ട് മെനഞ്ഞെടുത്തൊരു യാഗപീഠമാണ്. അല്ലേ? നമ്മൾ സംഗീതം വായിച്ച് നമ്മൾ നിലത്തെ പൊടിയാ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വന്ന് നമ്മൾ കാണുന്നു, നമ്മൾ കളിമണ്ണാണ്, ദൈവം നമ്മെ മെനയുന്നു, നമ്മളെല്ലാം ദൈവത്തിന്റെ കൈപ്പണിയാ. അത് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, കല്ലുകളാൽ ഉണ്ടാക്കിയ യാഗപീഠം നമ്മുടെ പ്രാണനെ കുറിക്കുമ്പോൾ, മരം കൊണ്ടുണ്ടാക്കിയ താമരം കൊണ്ടുള്ള പൊതിഞ്ഞ യാഗപീഠം നമ്മുടെ ആത്മാവിനെ കുറിക്കുക. അല്ലേലിയ. ഒന്നാമത്തേത് നമ്മുടെ യാഗപീഠം, രണ്ടാമത്തേത് അല്ലേലിയ കല്ലുകളാൽ ഉണ്ടാക്കിയ യാഗപീഠം എന്ന് പറഞ്ഞ പ്രാണനെ, മൂന്നാമത് മരം കൊണ്ടുണ്ടാക്കിയ താമരം പൊതിഞ്ഞ യാഗപീഠം നമ്മുടെ ആത്മാവിനെ കാണിക്കുന്നു. അത് നീ നിന്നെ തന്നെ സൂക്ഷിക്കണം. പ്രൈസലോ. ഒരിക്കലും നാം ദൈവത്തിന് അകന്നു പോകാതെ, ദൈവത്തിൽ നിന്ന് മാറിപ്പോകാതെ, നമ്മുടെ ഹൃദയമാകുന്ന യാഗപീഠത്തിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറച്ച ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നി കിട്ടുപോകാതെ, ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നീ നിറഞ്ഞു നിന്ന് ദൈവത്തെ ആരാധിക്കണമെന്ന്. അല്ലേലിയ. ദൈവത്തെ ആരാധിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തിയും ദൈവത്തെ സ്തുതിച്ചും ഏദൻ പർദീസിൽ ജീവിതകാലം മുഴുവൻ കഴിഞ്ഞു പോകേണ്ട ആദമിന്റെ ജീവിതത്തിൽ പാപം പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ തന്റെ ഉള്ളിലുണ്ടായിരുന്ന ജീവൻ നഷ്ടപ്പെട്ടു. അല്ലേരി എന്ന് പറഞ്ഞ പോലെ, നിങ്ങൾ പാപം ചെയ്യുമ്പോൾ നിന്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി കെട്ടുപോകും. പ്രൈസലോ. അതുകൊണ്ടാണ് നമ്മുടെ ഹൃദയമാകുന്ന യാഗപീഠത്തെ നാം സൂക്ഷിക്കണമെന്ന് പറയുന്നത്. ഇന്ന് കർത്താവ് നമ്മെ നോക്കി വിളിക്കുക, കർത്താവ് നമ്മെ നോക്കി, നിങ്ങളെ ഓരോരുത്തരെ നോക്കി വിളിക്കുക: മകനെ, മകളെ, നിന്റെ ആത്മാവ്, പ്രാണൻ, ശരീരം എന്നിവയെ യാഗപീഠത്തിൽ സമർപ്പിക്കുക എന്ന് പറയുന്നു. അത് നിന്നെ പരിപൂർണമായി സമർപ്പിക്കണം. അല്ലേ? അങ്ങനെ പരിപൂർണമായി നിങ്ങളെ സമർപ്പിക്കുമ്പോൾ സ്വർഗീയ അഗ്നി നിങ്ങളുടെ മേൽ കർത്താവ് അയക്കും. അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഹൃദയത്തെ സമ്പൂർണമായി ദൈവത്തിന്റെ യാഗപീഠമായി നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കണം. നിങ്ങളുടെ പ്രാണനും ആത്മാവും ശരീരത്തെ ദൈവത്തിന്റെ യാഗപീഠമായി സമർപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ ദൈവം പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയെ നിങ്ങളുടെ ശരീരമാകുന്ന, നിങ്ങളുടെ ഹൃദയമാകുന്ന യാഗപീഠത്തിലയക്കും. അതാണ് പെന്തക്കോസ്ത് നാളിൽ നമ്മൾ കണ്ടത്. കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതിന് ശേഷമായി യേശുവിന്റെ ശിഷ്യന്മാരും യേശുവിന്റെ അമ്മയടക്കം 120 പേർ മർക്കോസിന്റെ മാളിക മുറി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ഐക്യതയോടെ പ്രാർത്ഥിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? അവരുടെ സ്വതന്ത്രം, അവരുടെ ആത്മാവും പ്രാണനും ശരീരവും ദൈവത്തിന്റെ യാഗപീഠമായി സമർപ്പിച്ചു. ദൈവത്തിന് വേണ്ടി പരിപൂർണമായി സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്യുന്ന? സ്വർഗത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി അവരുടെ മേൽ അയച്ചു. രക്തം ചെയ്യും. നിന്നെ ദൈവം അതിനുവേണ്ടി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. നിന്നിലെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പകരാൻ ദൈവം ആഗ്രഹിക്കുക. അപ്പൊ ഇവിടെ സ്തോത്രം, അല്ലേ? ഇന്നും നിന്റെ മേൽ സ്വർഗീയ അഗ്നിയെ ഇടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അഗ്നിയാൽ നിറയ്ക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുക. അല്ലേ?
അത് നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധമായ ഐക്യം ദൈവം ആഗ്രഹിക്കുന്നു. അഗ്നി അഭിഷേകത്താൽ നിന്നെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ്. നിന്റെ യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ, പരിശുദ്ധാത്മാവിന്റെ അഗ്നി കെട്ടുപോകാതെ നിരന്തരം ദൈവത്തെ ആരാധിച്ച് സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, ഒന്നെങ്കിൽ നിന്റെ മരണം വരെ അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് വരെ നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ആത്മാവിന്റെ ശക്തി, ആത്മാവിന്റെ തീ കെട്ടുപോകരുത്. അതാണ് നമ്മൾ പഴയ നിമിത്തത്തിൽ വായിച്ചത്. യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. രക്തം ചെയ്യും ലേരിയ. അപ്പം കർത്താവ് നിങ്ങളെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിൽ നിറയ്ക്കാൻ പോകുന്നു. കർത്താവിന്റെ അഭിഷേകം അളവില്ലാതെ പകരുവാൻ ദൈവം ആഗ്രഹിക്കുക. കർത്താവിന്റെ അഭിഷേകം അളവ് കൂടാതെ. അതെ, അഭിഷേകത്തിന് ഒരു അളവ് പറയാൻ പറ്റത്തില്ല കേട്ടോ. അളവ് കൂടാതെ നിന്നെ അഭിഷേകത്തെ നിറച്ച് നിന്റെ ബലഹീനതകളെ മുഴുവൻ നീക്കി, നിന്റെ പ്രതിസന്ധികളെ മുഴുവൻ നീക്കി, നിന്റെ മാനസികമായ പ്രശ്നങ്ങളെ മുഴുവൻ പരിഹരിച്ച് ദൈവത്തിന്റെ അഭിഷേകത്താൽ നിന്നെ നിറച്ച്, അളവ് കൂടാതെ നിറച്ച് നീ കർത്താവിന് വേണ്ടി ആളിക്കത്തണം. രക്തം ചെയ്യും. അങ്ങനെ നീ കർത്താവിന് വേണ്ടി ആളിക്കത്തുമ്പോൾ നമ്മുടെ കർത്താവ് കണ്ടിട്ട് നിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്ന് നിന്നോട് കർത്താവ് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ആ ദൈവശബ്ദം കേൾക്കുവാൻ നീ തയ്യാറാകണം കേട്ടോ. ലേരിയ. കർത്താവ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കും. നിങ്ങൾ കർത്താവിന്റെ ആളിക്കത്തണം. ആമേൻ. കർത്താവ് നിങ്ങൾ ഇടുവാൻ പോകുന്ന അഗ്നി ഒരിക്കലും അണഞ്ഞു പോകരുത്. കർത്താവ് നിങ്ങൾ ഇടാൻ പോകുന്ന അഗ്നി ഒരിക്കലും അണഞ്ഞു പോകരുത്. വലിയ പത്രോസാദിയായ അപ്പോസ്തലന്മാരുടെ മേൽ നിറച്ച പരിശുദ്ധാത്മാവിന്റെ അഗ്നി. പിന്നീട് നമ്മൾ പൗലോസിനെ പോകും. പൗലോസിന്റെ മേൽ ദൈവം പകർന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നി. ലേരിയ. ആദിമ സഭയിലെ വിശുദ്ധന്മാരുടെ മേലൊക്കെ പകർന്ന പരിശുദ്ധാത്മാവാകുന്ന അഗ്നി. ലേരിയ. അതവർ മരണം വരെ അണഞ്ഞു പോകാതെ, കെട്ടുപോകാതെ ആളി കത്തിയവരാണ് അന്നുണ്ടായിരുന്ന വില്യം ഗിയറി, മാർട്ടിൻ ലൂതറും, അതുപോലെ തന്നെ സാധുർ സുന്ദർ സിംഗും ഒക്കെ, സ്മിത്ത് വിഗിൻസ്വർത്ത് അടങ്ങിയ അനവധി ആളുകൾ കർത്താവിന്റെ ആളി കത്തിയവരാണ്. ലേരിയ. നമുക്കറിയാം റെയ്നാഡ് ബോങ്കയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പോൾ ജോഗിൻസിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലേരിയ. കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച പലരും നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലേരിയ. എന്തിനേറെ വേദപുസ്തകത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്ന സ്തേഫാനോസിനെ കുറിച്ച് നമുക്കറിയാം. സ്തേഫാനോസ് മരിക്കുന്നിടം വരെ, തന്റെ മരണസമയം വരെ, തന്റെ ജീവൻ പോകുന്നിടം വരെ നാം യേശു കർത്താവ് തന്റെ മേൽ അയച്ച, സ്തേഫാനോസിന് മേൽ അയച്ച പരിശുദ്ധാത്മാവിന്റെ അഗ്നി കെട്ടുപോകാതെ, അല്ലേരിയ, ആമി തന്റെ ഹൃദയമാകുന്ന, ശരീരമാകുന്നതിന്റെ ആത്മാവും പ്രാണൻ ശരീരമാകുന്ന യാഗപീഠത്തെ സ്തേഫാനോസ് കാത്തു സൂക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിങ്ങൾ നിങ്ങളെ കാത്തു സൂക്ഷിക്കണം. അല്ലേലും മുമ്പ് ആവർത്തിച്ചല്ലോ, ഈ ലോകത്തിന്റെ ഒരു പ്രലോഭനങ്ങൾക്കും വേണ്ടി, ഇവിടുത്തെ ഒരാഗ്രഹങ്ങൾക്കും വേണ്ടി നീയാകുന്ന യാഗപീഠത്തിലെ അഗ്നി കെട്ടുപോകരുത്. അല്ലേലൂയ. സ്തോത്രം. ചില മനുഷ്യർക്ക് ഈ ലോകത്തിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളും മോഹങ്ങളും ആശകളും ഇച്ഛകളും പ്രലോഭനങ്ങളും ഒക്കെ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ശരീരമാകുന്ന യാഗപീഠത്തെ മറന്നുപോകും. അവരുടെ ശരീരമാകുന്ന യാഗപീഠത്തെ മറക്കുന്നു. അവർ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നി അവർ കെടുത്തിക്കളഞ്ഞിട്ട് ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ വീണുപോയ പലരുമുണ്ട്. ഇന്ന് പല യാഗപീഠങ്ങളും അഗ്നി ഇല്ലാത്തതാ സഭയ്ക്കകത്തിരിക്കുന്നത്. സഭയ്ക്കകത്തിരിക്കുന്ന പലതും പരിശുദ്ധാത്മാവിന്റെ അഗ്നി കെട്ടുപോയതാ. ദൈവം അയച്ചതായിരുന്നു. കർത്താവിന്റെ ആളെ കത്താൻ വേണ്ടി ദൈവം അയച്ചെന്ന് അഗ്നിയൊക്കെ അയച്ച് നിറച്ച് ആണ് സഭയിലാക്കിയത്. പക്ഷെ പാപം പെരുകിയപ്പോൾ, പാപം വന്നപ്പോഴത്തേന് എന്ത് ചെയ്തു? ദൈവ്യാഗ്രഹം വന്നപ്പോൾ, അല്ലെങ്കിൽ സകലവിധ അശുദ്ധിയുടെ ആത്മാവും നിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ, പിറുപിറുപ്പും കുശുപ്പും പാകയും വിദ്വേഷവും പാകരവും ആമയും വന്നു കഴിഞ്ഞപ്പോൾ, കൈക്കൂലിയും കൊള്ളപ്പലിശയും അല്ലെങ്കിൽ ആമയും എല്ലാം നിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പരിശുദ്ധമാകുന്ന അഗ്നി നിന്റെ ഹൃദയമാകുന്ന യാഗപീഠത്തിൽ കെട്ടുപോയി. ഇന്ന് കരിന്തിരി പോലെ പുകയാ പലതും. മടങ്ങി വരവിനായി ദൈവം അവസരം തരിക. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, വചനം ഏറ്റെടുത്ത് നീ മനസ്സാന്തപ്പെട്ട് മടങ്ങി വന്നാൽ നിങ്ങളുടെ ആത്മാവും പ്രാണനും ശരീരമാകുന്ന യാഗപീഠത്തെ നിങ്ങൾ കർത്താവിന് വേണ്ടി കത്തിക്കാൻ തയ്യാറാകുന്നെങ്കിൽ നിത്യതയിൽ നിങ്ങൾ എത്തിച്ചേരും. പ്രൈസ് ദി ലോർഡ്. ഈ പരിശുദ്ധാത്മാവിന്റെ അഗ്നി കെട്ടുപോയ പാപത്തിൽ വീണ് കിടക്കുന്നതിനൊന്നും സ്വർഗത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. അവർ ഒരുപക്ഷെ ദൈവസഭയിൽ നിന്ന് ആരാധിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ കാഹളം ധ്വനിക്കുന്നവർ അറിയില്ല. കാഹളം ധ്വനിക്കുന്നത് അറിയണമെങ്കിൽ
നിന്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി കെട്ടുപോകാതെ ആളിക്കത്തിക്കൊണ്ടിരിക്കണം. രക്തം ചെയ്യും. പ്രൈസലോ. പണ്ടൊക്കെ നന്നായിട്ട് ദൈവത്തെ ആരാധിക്കും, ദൈവത്തെ സ്തുതിക്കും, വളരെ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ച് വിശുദ്ധമായതിനു വേണ്ടി മാത്രം നിലനിന്ന അനവധി ഭക്തന്മാർ, ഭക്തകൾ, തലമുറകൾ അല്ലേ ഇന്ന് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി. പാപം അവരുടെ ഉള്ളിൽ പ്രവേശിച്ചു. ആദമിനെ ഏദൻ തോട്ടത്തിന് പുറത്താക്കിയത് പലതും ഇന്ന് പുറത്താ. അകത്തുണ്ടെങ്കിലും പലതും പുറത്താ. മനുഷ്യദൃഷ്ടിയിൽ മനുഷ്യന്റെ ചിന്തകൾക്ക്, മനുഷ്യന്റെ കണ്ണുകൾക്ക് നോക്കുമ്പോൾ പലതും അകത്താണെങ്കിലും ദൈവദൃഷ്ടിയിൽ പലതും പുറത്താ. അഗ്നി ഇല്ലാത്തതാ, അഭിഷേകമില്ലാത്തതാ, കെട്ടുപോയതാ പലതും. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, മടങ്ങി വരണം. ഈ ലോകത്തിന്റെ പാപത്തെ നീ ഉപേക്ഷിച്ച് മടങ്ങി വരണം. ഈ ലോകത്തിന്റെ വെറുക്കത്തെ നീ ഉപേക്ഷിക്കണം. ലോകത്തിന്റെ ഇച്ഛകളെ മായയെ നീ ഉപേക്ഷിച്ച് കളയണം. നിന്നെ വിശുദ്ധമായിട്ട് ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കണം. നിന്നെ വിശുദ്ധമായി സൂക്ഷിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ വിശുദ്ധരായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുമെന്ന് 1 പത്രോസിന്റെ ലേഖനം 1:16 വായിക്കുന്നത്. ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ വിശുദ്ധിയുടെ പ്രമാണങ്ങളാണ്. ലേവ്യ പുസ്തകം വായിച്ച് വിശുദ്ധിയുടെ പ്രമാണം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലേലിയ. അത് വായിക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകരുത്. ലേവ്യ പുസ്തകം വായിച്ചതിനകത്ത് പറയുന്നത് എന്താണ്, പ്രമാണം എന്താണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് നിന്റെ ശരീരമാകുന്ന യാഗപീഠത്തെ, നിന്റെ ഹൃദയമാകുന്ന യാഗപീഠത്തെ, നിന്റെ ആത്മാവ് പ്രാണന ശരീരമടങ്ങുന്ന യാഗപീഠത്തെ നീ ദൈവത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. ഈശ്വരോ. അങ്ങനെ നീ കർത്താവിന് വേണ്ടി ആളിക്കത്തുമ്പോൾ നിന്റെ കുടുംബത്തിന്റെ ശാപങ്ങൾ, രോഗങ്ങൾ, ബന്ധനങ്ങൾ, മന്ത്രവാദ കെട്ടുകൾ, ആഭിചാര പോരുകളെല്ലാം മാറിപ്പോകും. അല്ലേലിയ. നിങ്ങൾ ഒരാൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ യാഗപീഠമായി കർത്താവിന് വേണ്ടി കെട്ടുപോകാതെ ആളിക്കത്തിക്കൊണ്ടിരുന്നാൽ, അല്ലേലിയ, ആ തീ നിന്റെ കുടുംബത്തിലുള്ള പല്ലിലേക്കും വ്യാപരിപ്പാടയാവും. ഈശ്വരോ. മക്കളെ, ഒരു കാടിന് തീ പിടിച്ചു, അല്ലെങ്കിൽ ഒരു വനത്തിന് തീ പിടിച്ചു, അല്ലെങ്കിൽ ഒരു തീപിടുത്തം ഉണ്ടാകുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക. തീ പിടിച്ചു കഴിഞ്ഞാലത്തെ സ്ഥിതി എന്താ? ഒരു ചെറിയ തീപ്പൊരി എന്ത് ചെയ്യുന്നു? ആ തീ അതിനെ മുഴുവൻ നശിപ്പിക്കും. ആ തീ അങ്ങോട്ട് ആ തീപ്പൊരി പടരാൻ തുടങ്ങും. പടർന്ന് 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 വലിയ തീയാകും. ആ തീ അങ്ങോട്ട് ആളിക്കത്തി തുടങ്ങുമ്പോഴത്തേന് എന്ത് ചെയ്യും? അത് ചുറ്റുവട്ടത്തുള്ളത് മുഴുവൻ അഗ്നിയാൽ കത്താൻ തുടങ്ങും. ലേലിയ. അത് ഭയങ്കര ഒരു സംഭവം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിന്റെ ഉള്ളിൽ കത്തി തുടങ്ങിയാൽ നിന്റെ കുടുംബത്തിലുള്ള ആപാലവൃത്തം ജനങ്ങളും ആത്മാവിന്റെ ശക്തിയെ കത്താൻ തുടങ്ങും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നീ സഭയ്ക്കകത്താളി കത്തിയാണെങ്കിൽ, അല്ലടിയ, ആത്മാവിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞ് നീ ആരാധിച്ചാൽ നിന്റെ സഭയിൽ ഇരിക്കുന്നതെല്ലാം ആത്മശക്തിയാൽ നിറയാൻ തുടങ്ങും. ഈശ്വരോ. അഭിഷേകത്തിന്റെ ശക്തി, അഭിഷേകത്തിന്റെ അഗ്നി, അഭിഷേകാഗ്നിയെ ഈ ദിവസങ്ങൾ ദൈവം നിന്റെ മേൽ അയക്കാൻ, അതൊരു പകർച്ചയായിട്ട് ദൈവം തരാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യും. അതെ, നിങ്ങൾ കൂടി വരുന്നവരുടെ മേലെല്ലാം അഭിഷേകത്തിന്റെ അഗ്നിയെ ദൈവം പകരാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരു വ്യവസ്ഥ, നിങ്ങളുടെ ജഡത്തിലെ ആത്മാവിലെ സകല കൺമഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊണ്ട് നിങ്ങൾ കർത്താവിന്റെ സന്നിധി നിൽക്കുന്നു എന്ന് കർത്താവിന് ബോധ്യമാകണം. സഭയ്ക്കല്ല, ദൈവത്തിന് ബോധ്യമാകണം. നിങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കുന്നവനാണ്. വിശുദ്ധിയുടെ പ്രമാണമാണ് നിങ്ങളുടെ ആത്മാവും ശരീരം പ്രാണനും ദൈവത്തിന്റെ യാഗപീഠമാണ് എന്ന് കർത്താവിന് തോന്നുമ്പോൾ, കർത്താവിനത് വെളിപ്പെടുമ്പോൾ, അല്ലേലൂയ, ദൈവം സ്വർഗീയ നീ നിന്റെ മേൽ അയക്കാൻ തുടങ്ങും. അല്ലേലൂയ. രക്തം ചെയ്യും. അപ്പോൾ എപ്പോൾ നീ വിശുദ്ധി പ്രാപിക്കുന്നു അപ്പോഴാണ് ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിന്റെ മേൽ ഇറങ്ങി വരുന്നത്. രക്തം ചെയ്യും. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ യാഗപീഠമായിട്ട് എന്ത് ചെയ്യണം? കർത്താവിന് വേണ്ടി നിലനിൽക്കണം. വീടുന്ന ദൈവത്തിന് വചനം വായിക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നി വിലയേറിയതാണ്. ഈ അഗ്നി അഭിഷേകത്തിന്റെ ശ്രേഷ്ഠതയും മഹത്വത്തെയും കുറിച്ച് ഉണരാത്ത അനേകർ ഇന്ന് ദേശത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ദൈവം നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നി വിലയേറിയതാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെക്കുറിച്ചും അഭിഷേകത്തെക്കുറിച്ചും തിരിച്ചറിയാത്ത അനേകർ ഇന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെക്കുറിച്ചും അഗ്നിയെക്കുറിച്ചും തിരിച്ചറിയാത്ത അനേകർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നിങ്ങളെ ഒരു യാഗപീഠമായി തിരഞ്ഞെടുത്ത് നിങ്ങളുടെ യാഗപീഠമാകുന്ന ഹൃദയത്തിൽ തീ കെട്ടുപോകാതെ, പരിശുദ്ധാത്മാവിന്റെ അഗ്നി കെട്ടുപോകാതെ നിന്നെ നിർത്തിയിരിക്കുന്നതിന്റെ കാരണം
ആമൻ നഷ്ടപ്പെട്ടു പോകുന്നതിലേക്ക് ഈ അഭിഷേകത്തെ പകരാൻ വേണ്ടിയിട്ടാ നിന്നിലൂടെ വലിയൊരു ആത്മപകർച്ച ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് നിന്നിലൂടെ വലിയൊരു ആത്മപകർച്ചയും പാപത്തിൽ വീണ്ടുകിടക്കുന്ന അനവധി ആളുകളിലേക്ക് ദൈവം ഈ അഭിഷേകത്തെ പകരാൻ ആഗ്രഹിക്കുക. ലവോദിക്കയിലെ സഭയെക്കുറിച്ച് കർത്താവ് ദുഃഖത്തോടെ പറഞ്ഞത് നമുക്കറിയാം. ലവോദിക്കയിലെ സഭയെക്കുറിച്ച് കർത്താവ് ദുഃഖത്തോടെ പറഞ്ഞത് നമുക്കറിയാം. എന്താണ് ലവോദിക്ക സഭയെക്കുറിച്ച് പറഞ്ഞത്? വെളിപ്പാട് പുസ്തകം 3-15 വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതവാനും ഉഷ്ണവാനും ആയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. അല്ലേ? ഇങ്ങനെ നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്നെ എന്റെ നാവിൽ നിന്ന് ഉമ്മിണ്ണ് കളയുമെന്ന് ലവോദിക്ക സഭയുടെ കർത്താവ് ദൂത് പറയുന്നു. അല്ലേ? എന്താണ് ലവോദിക്ക സഭയുടെ ദൂത് പറയാൻ കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ, ഹല്ലേലൂയ, അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അവർ മന്നോഷ്ണ സഭയാണെന്ന് ദൈവം പറയുക. ലവോദിക്ക സഭ ഒരു മന്നോഷ്ണ സഭയാണെന്ന് കർത്താവ് പറയുക. അക്കാലത്ത് ഹീരപ്പൊലീസിൽ നിന്നുള്ള ചുടറവയിൽ നിന്ന് കൊലോസിയിൽ നിന്നും പുറപ്പെടുന്ന ശീത ഉറവയിൽ നിന്നുള്ള ജലസംഭരണി പദ്ധതി ലവോദിക്കയിൽ സ്ഥാപിച്ചിരുന്നു. എന്ന് പറഞ്ഞാല് ഹീരപ്പൊലീസിൽ നിന്ന് ഉള്ള ചൂടുറവിയിൽ നിന്നും കൊലോസിയിൽ നിന്ന് പുറപ്പെടുന്ന ശീത ഉറവിയിൽ നിന്നുള്ള ജലസംഭരണി ലവോദിക്ക സഭ സ്ഥാപിച്ചിരുന്നു. ഉഷ്ണജലം രോഗസൗഖ്യമാകുകയും ശീതജലം നവോന്മേഷം പകരുകയും ചെയ്തിരുന്നു എന്നാണ് പഠിക്കുന്നത്. എന്നാൽ രണ്ടും കൂടി കൂടിക്കലർന്നപ്പോൾ എന്ത് ചെയ്തു? മന്നോഷ്ണ ജലം ഛർദി ഉളവാക്കുന്നതുമാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് ലവോദിക്ക സഭയെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞത്, ഹല്ലേലൂയ, സ്തോത്രം, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവനാകിയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് വിണ്ടു കളയുമെന്നാണ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ഈ ലോകത്തോട് കൂടി ചേരരുത്, ലോകമായിട്ട് നിങ്ങൾ ഒന്നിച്ച് ബന്ധപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. കർത്താവ് ഉപേക്ഷിച്ച സഭ പിന്നീട് ഇല്ലാതെയായി. കർത്താവ് ലവോദിക്ക സഭയെ ഉപേക്ഷിച്ച് പിന്നീട് ആ സഭ ഇല്ലാതെയായി. ഹല്ലേലൂയ. പിന്നീട് തുർക്കികളുടെ ഭരണപ്രദേശമായി ആ സ്ഥലം മാറി അവിടെ ജാതികളുടെ പള്ളി ഉയർത്തി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങൾ ലവോദിക്ക സഭയുടെ അനുഭവമാകരുത്. എന്ന് പറഞ്ഞാൽ ഹീരപ്പൊലീസിൽ നിന്ന് ഒഴുകി വന്ന ചൂടറവയിൽ കൊലോസിൽ നിന്ന് പുറപ്പെട്ട ശീത ഉറവിൽ നിന്നുമുള്ള ആ ജലസംഭരണി ലവോദിക്കയിൽ സ്ഥാപിച്ചു. അതിലെ ഉഷ്ണജലം രോഗസൗഖ്യത്തിനും ശീതജലം സ്തോത്രം നവോന്മേഷത്തിനും കാരണമായിരുന്നെങ്കിൽ ഇത് രണ്ടും കൂടെ ഒന്നിച്ചു കലർന്നു കഴിയപ്പോൾ അവർ മന്ദോഷ്ണവാന്മാരായി മാറി. ഇന്ന് പലരും അങ്ങനെ, പലരും ലോകത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ, ലോകം അവരിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഇന്ന് പലരും മന്ദോഷ്ണവാന്മാരായിട്ടിരിക്കുക. അവരെ കുറിച്ച് കർത്താവ് പറഞ്ഞ ലവോദിക്ക സഭയെ നീ ഉമ്മിണ്ട് തുപ്പിക്കളഞ്ഞതുപോലെ നിന്നെയും തുപ്പിക്കളയുന്ന. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. അതിന് അഗ്നിയായിരിക്കേണ്ട ദൈവജനങ്ങൾ ശീതോഷ്ണവനായിരിക്കുവാൻ പാടില്ല. അഗ്നിയായിരിക്കേണ്ട ദൈവജനം ശീതോഷ്ണവനായിരിക്കുവാൻ പാടില്ല. രണ്ട് വിചാരങ്ങളെ മുടന്തി നടക്കരുത്. ഏലിയാവ് പറഞ്ഞു, ഇരുതോണിയിൽ കാലുവെക്കരുത്. ദൈവത്തെ മാമോനെയും കൂടെ നീ സേവിക്കരുത്. ചിലര് എത്ര വിശ്വാസത്തിന്റെ പ്രമാണം പറഞ്ഞാൽ, എത്രമാത്രം വചനം പറഞ്ഞാൽ അവർ പറയും, ഞങ്ങളുടെ പാരമ്പര്യ സഭ, ഞങ്ങളുടെ അച്ഛനപ്പൂപ്പന്മാർ മുഖാന്തരം തുടങ്ങി വെച്ച ഞങ്ങളുടെ സഭയെന്ന് പറഞ്ഞ് ഇന്നും മുടന്തി നടക്കുന്നവർ ഇന്നും ദൈവസഭയ്ക്കകത്തുണ്ടെന്നാ. ലേലിയ. അതാണ് കർത്താവ് പറയുന്നത്, അഗ്നിയായിരിക്കേണ്ട ദൈവജനങ്ങൾ ശീതോഷ്ണമായിരിക്കാൻ പാടില്ല. രണ്ട് വിചാരങ്ങളെ മുടന്തി നടക്കരുത്. മങ്ങിക്കത്തുന്ന തിരി ആയിരിക്കരുത്. ലേലിയ. മങ്ങിക്കത്തുന്ന കരിന്തിരി ആകരുത് നീ എന്ന്. അല്ലെങ്കിൽ വിളക്കുകൾ അണഞ്ഞു പോയ അവസ്ഥയിലായിരുന്ന ബുദ്ധിയില്ലാത്ത കന്യകമാരെ പോലെ നിങ്ങൾ ഇരിക്കരുത്. 5 പേരും ബുദ്ധിയുള്ള 5 പേരും ബുദ്ധിയുള്ളവരും. അപ്പം വിളക്കിൽ എണ്ണയില്ലാതെ പോയ ബുദ്ധിയില്ലാത്ത കന്യകമാരെ പോലെ നിങ്ങൾ ഇരിക്കരുത്. നിങ്ങൾ കർത്താവിന് വേണ്ടി ആളിക്കത്തണം. ദൈവം നിന്നെ ഒരു യാഗപീഠമായി തിരഞ്ഞെടുത്ത് പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നിന്നെ നിറച്ചു കഴിഞ്ഞപ്പോൾ നീ കർത്താവിന് വേണ്ടി ആളിക്കത്തണം. ഹല്ലേലൂയ. സൽസ്വഭാവിയായ സ്ത്രീയുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകയില്ല എന്ന് നമ്മൾ സദൃശ്യവാക്യം 31 അധ്യായം 18 വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു,
തന്റെ വ്യാപാരം ആദായമുള്ളതെന്ന് അവൾ ഗ്രഹിക്കുന്നു. അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുകയില്ല. അതെ, ബുദ്ധിയുള്ളവരുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോയില്ല. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ദൈവസന്നിധിയിൽ വിശുദ്ധിയോടും സുബോധത്തോടും കൂടെ നിന്ന് ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നീ എത്ര വ്യാപാരം ചെയ്ത് ആദായമുള്ളത് നിന്നെ നേടിയെടുത്താലും ബുദ്ധിയുള്ള സ്ത്രീയുടെ വിളക്ക് കെട്ടുപോകാത്തതുപോലെ നിന്റെ വിളക്ക് കെട്ടുപോകരുത്. പണം വർദ്ധിക്കുമ്പോൾ, സമ്പത്ത് പെരുകുമ്പോൾ, സ്ഥാനമാനങ്ങൾ പെരുകുമ്പോൾ, പേര് പ്രസിദ്ധി വരുമ്പോൾ, ഉയർച്ച വരുമ്പോൾ, മഹത്വം വരുമ്പോൾ, കീർത്തി വരുമ്പോൾ, അല്ലെങ്കിൽ പലരും നിന്നെ അന്വേഷിച്ച് വരുമ്പോൾ രാത്രിയിൽ നിന്റെ വിളക്ക് കെട്ടുപോകരുത്. ദൈവം നിന്റെ ഹൃദയമാകുന്ന യാഗപീഠത്തിൽ കത്തിച്ച പരിശുദ്ധാത്മാവിന്റെ അഗ്നി കെട്ടുപോകരുത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ലേവ്യ പുസ്തകം 6:13 നമ്മൾ വായിച്ചത്, യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. അപ്പം വെളിപ്പാട് പുസ്തകത്തിലെ ലവോദിക്ക സഭയെ പോലെ നീ ആകി മാറരുതെന്ന്. ഹല്ലേലൂയ. അപ്പൊ രാത്രിയിലും കർത്താവിന്റെ സ്നേഹവും ശക്തമായി പ്രാർത്ഥനയും ഹൃദയത്തിൽ അഗ്നിയായി കത്തിക്കൊണ്ടിരിക്കണമെന്ന് സദൃശവാക്യം വായിക്കുന്നത്. ആ രാത്രിയിൽ ആ സഹോദരി ഹൃദയത്തിൽ എന്ത് ചെയ്യുന്നു? കർത്താവിന്റെ സ്നേഹവും കരുതലും അവളുടെ ഹൃദയത്തിൽ ശക്തമായി പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിറയപ്പെട്ട് കത്തുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, നമ്മൾ റോമലേഖനത്തിൽ 12 വായിക്കുമ്പോൾ കാണുന്നുണ്ട്, സഹോദരന്മാരെ ദൈവത്തിന്റെ മനസ്സവലെ ഓർപ്പിച്ച്, ആകയാൽ സഹോദരന്മാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുമെന്ന് പൗലോസ്. അതുകൊണ്ടാണ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ സകല ഭക്തന്മാർക്കും വേണ്ടി ദൂത് നൽകുന്നത്. ആകയാൽ എന്ന പ്രയോഗം മുന്നധ്യായത്തിൽ ആദ്യ ഭാഗത്തെ ഓർത്തുകൊണ്ടാണെന്ന് ഇവിടെ പറയുക. അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി സമർപ്പിക്കാനാണ്. നമ്മുടെ മനസ്സും ശരീരവും കർത്താവിന് ആവശ്യമാണ് എന്നവിടെ പറയുക. അതായത് ജീവനുള്ള ആരാധന നാം കഴിക്കണമെന്ന് പൗലോസ് പറയുന്നു. ഇങ്ങനെ അല്ലുടിയ അത് ചെയ്യണം. കണ്ണുകൊണ്ട് ദോഷം ആസ്വദിക്കാതെ, കൈകൊണ്ട് ദോഷം ചെയ്യാതെ, ചിന്ത കൊണ്ടും ബുദ്ധി കൊണ്ട് പാപം ചെയ്യാതെ നിങ്ങളുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. സ്തുതി സ്തോത്രങ്ങളാൽ, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ദൈവവചനത്താലും നിന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. അത് നിന്റെ ഹൃദയമാകുന്ന യാഗപീഠത്തിൽ ദൈവം കത്തിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നി കെട്ടുപോകാതെ നീ കർത്താവിന് വേണ്ടി കത്തുന്നെങ്കിൽ നിന്റെ ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും പാപങ്ങളും എല്ലാം നീക്കി നിന്റെ കുടുംബത്തിനകത്ത് വലിയൊരു ഉയർച്ചയുടെ ആത്മശക്തിയുടെ അനുഭവത്തെ ദൈവം തരും. നിന്റെ സമയം ദൈവം തരും, ദേശത്ത് ദൈവം നൽകും. നീ ആത്മാവിൽ ആളിക്കത്തി തുടങ്ങിക്കഴിയുമ്പോൾ നിന്റെ ദേശത്ത് ഉയർന്നു വരുന്ന എല്ലാ സാത്താന്യ ശക്തികളും തകരാൻ തുടങ്ങും. നീ ആത്മാവിൽ ആളിക്കത്തുമ്പോൾ നിന്റെ കുടുംബത്തെ വ്യാപരിക്കുന്ന എല്ലാ മന്ത്രവാദ പൂജക്കെട്ടുകളും സകല സാത്താന്യ ശക്തികളും എല്ലാ വരുത്തുപോക്കുന്ന ശക്തികളും എല്ലാ പാപശക്തികളും നീങ്ങിപ്പോകാൻ തുടങ്ങും. നീ ആത്മാവിൽ ഉണർന്ന് കത്തുമ്പോൾ നിന്റെ ശരീരത്തെ ബലഹീനമാക്കുന്ന സകല പ്രശ്നങ്ങൾ നിനക്ക് വിടുതലുണ്ട്. നീ ആത്മാവിൽ ആളിക്കത്തുമ്പോൾ നിന്റെ ദേശത്ത് ആളിക്കത്താൻ തുടങ്ങും. നീ ആത്മാവിൽ ആളിക്കത്തി ദൈവത്തെ ആരാധിക്കും. നിന്റെ സഭയ്ക്കകത്ത് പോലും ആത്മപകർച്ച ഉണ്ടാകും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതം, വായിച്ച പഠനത്തിലേക്ക് വരട്ടെ. ലേവ്യ പുസ്തകം 6:13 വായിച്ചത്, യാഗപീഠത്തിൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. അത് യാഗപീഠത്തിൽ കത്തിക്കൊണ്ട് തീ എന്ന് പറയുന്നത് ആ സ്വർഗീയ അഗ്നിയായിരുന്നു. ആ അഗ്നി കെട്ടുപോയാൽ പിന്നെ അഗ്നിയാന്തി വേണം ഉപയോഗിക്കാൻ അവിടെ. അത് ദൈവത്തിന് ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ടാണ് യാഗപീഠത്തിൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. ആ തീ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം അതിൽ വെച്ച് ഹോമയാഗം വേകുമ്പോൾ അതിന്റെ മണം, അതിന്റെ സൗരഭ്യം മണത്ത് നമ്മുടെ ദൈവം ആ അഗ്നിയിൽ ഇറങ്ങി വന്ന് അന്നത്തെ വിശുദ്ധന്മാരോട് സംസാരിച്ച് എന്ന് പറഞ്ഞതുപോലെ പുതിയ നിയമസഭയോട് നിന്നെ ദൈവം തന്റെ യാഗപീഠമായി തെരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ ദൈവം നിന്നിലേക്ക് ഇറങ്ങി വന്ന് സംസാരിപ്പാൻ ആഗ്രഹിക്കും. നീ കർത്താവിന്റെ ആളിക്കത്തണം. കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ട് സകല രീതിയും അനുഗ്രഹിക്കണമേ. പാപജീവിതം വിട്ട്, കർത്താവ് രോഗമോഹങ്ങൾ വിട്ട്, ഇവിടുത്തെ ഇംഗിതങ്ങൾ വിട്ട്, ഇച്ഛകൾ വിട്ട്, ആഗ്രഹം പ്രലോഭനങ്ങൾ വിട്ട് ജനം വീണു പോകാതെ കർത്താവിന് വേണ്ടി മാറ്റിവെച്ച് തെരഞ്ഞെടുത്ത വേർതിരിച്ച യാഗപീഠമായി അവിടെ ആത്മാവ് പ്രാണ ശരീരം കർത്താവിന്റെ പരിപൂർണ്ണം സമർപ്പിച്ച് കർത്താവിന് വേണ്ടിയ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിറഞ്ഞ് ആളിക്കത്തുവാൻ
കർത്താവെ പരിശുദ്ധാത്മാവിൽ കെട്ടുപോകാതെ ജനത്തെ കാത്തുസൂക്ഷിക്കുന്നതായി പ്രാർത്ഥനയുടെ ശൈശവത്തിൽ ബാല്യത്തിൽ കൗമാരി യുവനത്തിൽ വാർത്തത്തിൽ ചോട്ട ജീവിത തടവറയിലായിരിക്കുന്ന വില്ലേജ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ താലൂക്ക് ബ്ലോക്ക് ജില്ലാ ഭരണ മേധാവി സംസ്ഥാനങ്ങൾ രാജ്യങ്ങൾ രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവരെ രാജാക്കന്മാർ രാജ്യമാർ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഗവർണർ പട്ടാള മേധാവി ഗോത്രങ്ങൾ ദ്വീപുകൾ ആദിവാസികൾ ട്രൈബൽ മേഖല ഭരിക്കുന്ന ജനത്തെയും കരസേന വ്യോമസേന നാവികസേനാധികാരികൾ കർത്താവിയുടെ ക്രമസമാധാന പാലക നിയമ നിർമ്മാണ രംഗത്ത് ഇവിടെ വിളിച്ച് അവൻ കർത്താൻ രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ ഇവിടെ പോലീസ് കർത്താൻ വിവിധ ഇസ്ലാമിക് ക്രമസ്ഥാന പോലീസ് വിവിധ സെക്ഷനുകളും ഞങ്ങളുടെ ജുഡീഷ്യൽ വകുപ്പുകൾ കരിയിലും കടലും ആകാശമാർഗം വാഹനകൂടി യാത്ര ചെയ്യും വാഹനം നിർമ്മാണം സെയിൽസ് ചെയ്യുന്നവരെ കർത്താവ് ഈ സമുദ്രതീരത്തും കർത്താവിന്റെ വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മത്സരത്തിനായി കടന്നുപോയിരിക്കുന്നവർ വലിയ ചെറുതായ കനികൾ കമ്പനികൾ ഫാക്ടറി ജോലി ചെയ്യുന്നവർ വലിയ ചെറുതായ വ്യാപാര വ്യവസായികൾ വഴിവര കച്ചവടക്കാരെ സഹകരണ മേഖല പൊതുമേഖല ആരോഗ്യമേഖല വിദ്യാഭ്യാസ സാമ്പത്തിക മേഖല എല്ലാ പൊതുമേഖലയിലായിരിക്കുന്നവർ കർത്താവ് കൺസ്ട്രക്ഷൻ മെക്കാനിക് രംഗത്ത് യൂണിയൻ രംഗത്ത് എല്ലാ ചെറുതുമായ എല്ലാ ഹെവി വാഹന ഓടിയും എല്ലാ ടാക്സി ഓടി ഡ്രൈവേഴ്സിനെയും ഞങ്ങൾ തീവ്രങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാ മത സാമൂഹിക സാംസ്കാരിക സംഘടന ചരിത്രമാധ്യമ മീഡിയ സഹകരണയിൽ പൊതുമേഖലയിലായിരിക്കുന്ന എല്ലാവരെയും എല്ലാ കർത്താവ് മേഖല ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ജനത്തെ ശുദ്ധീകരണം വിദേശ രാജ്യം ജോലിക്ക് കിടന്നവർ ജോലി ചെയ്യുന്ന കർഷകർക്ക് വേദന നഷ്ടപ്പെട്ടവർ നാട്ടിൽ കിടന്നവർ ഭാരപ്പെടുന്നവർ വിദേശ രാജ്യം പീഡനവനെ സൂര്യമാർ കർത്താവി ജോലിയില്ലാതെ ഭാരപ്പെടുന്നു. തീവ്രവാദ ഭീകരവാദ വർക്കിൽ ഏർപ്പെട്ട് കിടക്കുന്നവർ കർത്താവി പാപത്തിൽ വീണ് കിടക്കുന്ന മദ്യത്തിൽ മൈകൾ ലഹരി അനുഭവപ്പെട്ട് കിടക്കുന്ന സകല ജനത്തെയും ദൈവമേ വിടുവിച്ച് ഈ ജനം പടങ്ങുന്ന കർത്താവിന് വേണ്ടി ആളിക്കത്തുന്ന ഒരു നല്ല യാഗപീഠമായി പരിശുദ്ധന്റെ അഗ്നിയെ നിറയപ്പെട്ട യാഗപീഠമായി ഈ ജനത്തെ ഒരുക്കണമേ പ്രാർത്ഥിക്കും. കർത്താവിന്റെ വരവുകൾ അവർ കർത്താവിനോട് എടുക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് ജനത്തെ നയിക്കുവാൻ ഞങ്ങൾ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവദാസിദാസന്മാരെ ദൈവമക്കളെ ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്നു. കെട്ടുപോയി അനേക യാഗപീഠങ്ങളുണ്ട്. കർത്താവരുടെ വീണ്ടും മടങ്ങി വന്ന് ആ പരിശുദ്ധമായ അഗ്നിയെ ആളിക്കത്തുവാൻ അവർ എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല ഭക്തി എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ.